ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് സിനിമയ്ക്ക്. നമ്മൾ ലാലേട്ടൻ്റെ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് സാധനമൊക്കെ ഉണ്ട്. നമ്മൾ അത് കണ്ട് ക്ലീഷയാണെന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും ക്ലീഷയായിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇതൊരു ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് മൂവിയാണെന്നും പറയാം, അതേസമയം ഇതൊരു ടിപ്പിക്കൽ മോഹൻലാൽ മൂവിയാണെന്നും പറയാം. പടം മനസ്സും ഹൃദയവും ഒരുപോലെ നിറച്ച പടം. എല്ലാം കൈയടി ഫുൾ വൈബിലായിരുന്നു പടം. ഫോണം കളറായിട്ടുണ്ട്. രക്ഷയിൽ അടിപൊളി പടം. എന്ത് പറയാനാണ്, ഒരു സംശയമുണ്ടോ? ഇത് കാരണം ഇത്രയും മനോഹരമായിട്ടൊരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, പക്ക ഫീൽ ഗുഡ് പടമാണ്. ഹേർട്ട് ടച്ചിങ് ഒന്നുമല്ല, കാരണം ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് സാധനമൊക്കെ ഉണ്ട്. നമ്മൾ അത് കണ്ട് ക്ലീഷയാണെന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും ക്ലീഷയായിട്ട് കൊണ്ടുപോയിട്ടില്ല. ആ ലെവലിൽ നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റഫും ഉണ്ട്. അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ എന്തായാലും കാണണം. ഭയങ്കര ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു കോംബോ വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫീൽ ഗുഡ് ഒരു പക്ക സത്യൻ അന്തിക്കാട് സിനിമയാണ്. അങ്ങനെ ഒരു ഓണത്തിൻ്റെ ഒരു ട്രീറ്റാണ്. ലാലേട്ടൻ്റെയും സത്യൻ അന്തിക്കാടിൻ്റെ ഒരു ട്രീറ്റാണ്. പിന്നെ സംഗീതിൻ്റെയും ലാലേട്ടൻ്റെയും കോംബോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് സിനിമയ്ക്ക്. നമ്മൾ ലാലേട്ടൻ്റെ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ പക്ക ഫീൽ ഗുഡ് ആണ് പടം, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. നൈസ് പടം ചേട്ടാ. ഹാട്രിക് അടിച്ച മോഹൻലാൽ ഉള്ള കാര്യം പറയാൻ നല്ലപോലെ ഇഷ്ടപ്പെട്ട്, നല്ല മനസ്സ് നന്നായിട്ട് എന്ന് വെച്ചാൽ ബോറടിക്കൂല, നല്ലപോലെ കൊണ്ടുപോയിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ട് തന്നെ കൊണ്ടുപോയി. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കുക. ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല പടമാണ്. എന്ന് വെച്ചാൽ സോങ് ഉണ്ട്, അത്യാവശ്യം നല്ല ഇമോഷണൽ ആണ്. കോമഡി ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡിയാ, സെക്കൻഡ് ഹാഫ് നല്ലപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്തായാലും കയറി, 2 ദിവസത്തിനുള്ളിൽ എന്തായാലും കയറി. നല്ല പടം കേട്ടോ, കൊള്ളാം. ഒരു മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ വർഷത്തെ ഹാട്രിക്ക്. അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിട്ടുണ്ട്. സംഗീതത്തിന്റെ കോംബോ എല്ലാം കിടിലായിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവിയാണ്. ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. എല്ലാവർക്കും വർക്കൗട്ട് ആവും. പിന്നെ നല്ല കോമഡിയാണ്. ഒരു കിടിലം പടം തന്നെയാണ്. കുഴപ്പമില്ല. ഓണക്കാലത്ത് കുടുംബമായിട്ട് വന്നിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റും. ഫീൽ ഗുഡ് മൂവി. നല്ല പടം. ഫീൽ ഗുഡ്, നല്ല കോമഡി, നല്ല കിടിലായിട്ട് എടുത്തിട്ടുണ്ട് പടം. എടുത്തു പറയാൻ എല്ലാ പെർഫോമൻസ് തന്നെയാണ്. ലാലേട്ടനെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെ സംഗീതിന്റെ കോംബോ എങ്ങനെ? സൂപ്പർ. അവർ രണ്ടായിട്ടുള്ള രംഗമാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. തിയേറ്റർ ഫുള്ള് ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. എല്ലാം കൈയടി ഫുൾ വൈബിലായിരുന്നു പടം. ഫോണം കളറായിട്ടുണ്ട്. ഫാമിലി മൂവിയാണ്. കുടുംബ പ്രേക്ഷകർക്കെല്ലാം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. നല്ല സിനിമയാണ്, നല്ല കഥയാണ്, നല്ല മേക്കിങ്ങുമാണ്. ഇതൊരു ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് മൂവിയാണെന്നും പറയാം, അതേസമയം ഇതൊരു ടിപ്പിക്കൽ മോഹൻലാൽ മൂവിയാണെന്നും പറയാം. രണ്ടും നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പടം മനസ്സും ഹൃദയവും ഒരുപോലെ നിറച്ച പടം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാനില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഭയങ്കര ഫണ്ണായിട്ടും ചിരിച്ചൊരു ഊപ്പാടായി നമ്മൾ കണ്ടുവരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഫണ്ണും ഉണ്ട്. പക്ഷേ ഇമോഷണലി ഒരുപാട് നമ്മൾ ലാലേട്ടൻ കരയുമ്പോൾ കൂടെ കരഞ്ഞ ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നസ് ആയിരുന്നു. സംഗീത് പ്രതാപ് അവരുടെ കോംബോ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. ആ ടൈറ്റിലിനോട് യോജിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഞാൻ ഒട്ടും എല്ലായിടത്തും അതാ പറഞ്ഞത്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കണ്ടൊരു സിനിമയാണ് സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു ഫീൽ ഗുഡ് മൂവി. അതെ, ലാലേട്ടൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടത്. പക്ഷെ ഇങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. കറക്റ്റ് ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഒത്തുപോകുന്ന രീതിയിലുള്ള മേക്കിംഗ്. പിന്നെ സന്ദീപിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിയോസ് കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള കെമിയോസ് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ എൻഡ് ചെയ്തു. കൈയടിക്കാൻ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ചിരിക്കാൻ നല്ല മൊമെന്റ്സ് ഉണ്ട്. ഈ ഓണത്തിന് ഒരുപാട് ഫാമിലി ആയിട്ട് ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിനും ആ ഹൃദയപൂർവ്വം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച സംഗീത് പ്രമോദ് എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ലക്കാണ് ലാലേട്ടൻ്റെ കൂടെ ഈ ഒരു സിനിമയിൽ അവൻ അഭിനയിക്കാൻ കിട്ടിയത്, എടുത്തു പറയാനുള്ളത്. പിന്നെ മാളവികയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നടന്ന വിസ്മയമായ ലാലേട്ടനോട് അഭിനയിക്കാൻ പറ്റിയത്. പിന്നെ മാളവിക അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ നടി സംഗീത, അവരുടെ ഒരു തിരിച്ചു വരവും കൂടെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ സംഗീതം എന്ന് പറയുന്നവർ ഈ മാളവികനെയും സംഗീതയും വെച്ച് എനിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് സംഗീതം എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അവർ ആ സാരി ഉടുക്കുമ്പോഴും ആ ചുരിദാർ ഇടുമ്പോഴും ഇപ്പോഴത്തെ യൂത്ത് പെണ്ണുങ്ങളെ കാട്ടി നല്ല ഗ്ലാമറസ് ആയിട്ട് സംഗീത ചേച്ചിക്ക് എൻ്റെ ഒരു ഉമ്മയെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാര്യം 46 വയസ്സാണെങ്കിലും നമുക്ക് 46 വയസ്സെന്ന് പറയാൻ പറ്റില്ല. അവരെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലും കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ പോലെയാണ് ഇരിക്കുന്നത് അവർ. കാര്യം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ